ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, അന്ധവിശ്വാസികൾ വർദ്ധിക്കും തോറും അന്ധവിശ്വാസവും വർദ്ധിക്കും. കാരണം ഉസ്താദുമാരാണ്, മതപുരോഹിതന്മാരാണ്. എന്തു പറഞ്ഞാലും ഞങ്ങൾ തൊള്ള തൊടാതെ വിഴുങ്ങും എന്ന് ഒരു മതവിഭാഗം പ്രോത്സാഹിപ്പിച്ച് ഇവിടെ നിൽക്കുമ്പോൾ അവർ പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? മതത്തെക്കുറിച്ച് നമ്മളൊക്കെ വിമർശിക്കുമ്പോൾ അവർ പറയുന്നത്, മതത്തെക്കുറിച്ച് അഭിപ്രായം നിങ്ങൾ പറയണ്ട, മതപുരോഹിതന്മാര് പറഞ്ഞോളും മതത്തെക്കുറിച്ച് അഭിപ്രായം. അതെന്താ ഖുർആൻ അങ്ങനെ പറഞ്ഞു? മതപുരോഹിതന്മാര് മാത്രമേ മതത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ പാടുള്ളൂ എന്ന് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞോ? വിശുദ്ധ ഗ്രന്ഥം എന്താ പറഞ്ഞത്? ഇന്ന കസീറം മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാതിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികം ആളുകളും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുകയും ചെയ്യുന്നവരാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ ഇസ്ലാമിലെ ഇതര മത ഗ്രന്ഥങ്ങളും പുരോഹിതന്മാരെ അകറ്റി നിർത്തുമ്പോൾ ഒരു മതവിഭാഗം മാത്രം പറയുന്നു, ഞങ്ങൾക്ക് പുരോഹിതന്മാർ പറയുന്നതാണ് വേദവാക്യം. ശരി, അതുകൊണ്ട് നൂറേ ഹബീബെ മജ്ലിസ് സംഘടിപ്പിക്കുന്നു. പ്രവാചകനോടുള്ള ഇഷ്ക്, പ്രവാചകനോടുള്ള ഇഷ്ടം എന്താണ് എന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെ കുറേ പെണ്ണുങ്ങൾ അദ്ദേഹത്തിന്റെ ലൈവിലേക്ക് കടന്നു വരുന്നു. കുറേ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള സ്വലാത്ത് മജ്ലിസുകൾ എന്നാ പറയുന്നത്. അവിടെ ഇരുന്നിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും ഉസ്താദ്. 14K ആളുകളൊക്കെയാണ് ലൈവ് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒരു പാത്രത്തിനകത്ത് വെള്ളമെടുത്ത് അദ്ദേഹം ഓതി ഈ വെള്ളത്തിനകത്തേക്ക് ഊതുകയോ തുപ്പുകയോ ഒക്കെ ചെയ്യും. ആ സമയത്ത് TV സ്ക്രീനിന്റെ മുമ്പിൽ ഈ സ്ത്രീകളും ഒരു ഇതിനകത്ത് കുറച്ച് വെള്ളം എടുത്തു കൊണ്ടുവയ്ക്കും. അപ്പോഴേക്ക് അദ്ദേഹം അവിടെ ഇരുന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലോ സ്റ്റുഡിയോയിലോ എവിടെ ഇരുന്നിട്ടാണെങ്കിലും ഓതി ആ വെള്ളത്തിനകത്ത് തുപ്പുന്ന അതേ മഹത്വം, തുപ്പുന്ന ബാക്ടീരിയയുടെ മഹത്വം, പല്ല് തേച്ചു എന്ന് കണ്ടറിയണം, അതേ മഹത്വം ഇവരുടെ TV സ്ക്രീനിന്റെ മുമ്പിലിരിക്കുന്ന വെള്ളത്തിലും കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗത്തെ എന്തു പറഞ്ഞിട്ടാണ് നമ്മൾ മാറ്റി ചിന്തിപ്പിക്കുക? എന്ത് പറഞ്ഞാലാണ് അവർക്ക് വെളിവും വെള്ളിയാഴ്ചയും ഉണ്ടാവുക? മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ള ഉസ്താദുമാർ. ആ ഉസ്താദുമാർ മരിച്ചുപോയി കേട്ടോ. മരിച്ച ഒരുപാട് ആളുകളെ ജീവിപ്പിച്ചു. പക്ഷെ ആദ്യം ആ ഉസ്താദുമാരായിരുന്നു മരിക്കാതിരിക്കേണ്ടിയിരുന്നത്. മമ്പുറം തങ്ങൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ വരെ ജീവിപ്പിച്ചു എന്നാണ് കേൾക്കുന്നത്. 2-3 ഭാര്യമാരുണ്ടായിരുന്നു. അതിലൊരു ഭാര്യ മരിച്ചപ്പോൾ ആരോ പറഞ്ഞാണ് ഇദ്ദേഹം അറിയുന്നത്. ഓടി വന്നിട്ട് നീ മരിക്കാൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് മയ്യത്ത് കുളിപ്പിച്ച് മൂക്കി പഞ്ഞിയൊക്കെ വെച്ച് കയ്യും കാലും ഒക്കെ കൂട്ടിക്കെട്ടി കഫം പുടവയും ഒക്കെ ആയിട്ട് കെട്ടിവെച്ചേക്കാണ് ഖബറിലേക്ക് എടുക്കാൻ വേണ്ടി. അപ്പോഴേക്ക് തങ്ങൾ വന്നിട്ട് പറഞ്ഞു, നീ മരിക്കാൻ സമയമായിട്ടില്ല, എഴുന്നേറ്റ് എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ പോയി ജീവിച്ചു, 4 മക്കളെ പ്രസവിച്ചു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ശരി, ഇതൊക്കെ വിശ്വസിക്കാൻ ഒരു വിഭാഗം ആളുകളുണ്ട് കേട്ടോ. കടിച്ചാൽ പൊട്ടാത്ത നുണകൾ പടച്ചിറക്കാൻ യാതൊരു മടിയുമില്ല. ഇത് വിശ്വസിക്കാൻ ആളുണ്ടെങ്കിൽ പിന്നെ വിമർശിക്കുന്നവരുടെ പിന്നാലെ അവരെന്തിനാ പോകുന്നത്? ഈ കാലഘട്ടത്തിലും ബുദ്ധി കൊടുത്ത് ചിന്തിക്കാത്ത ഒരു സമുദായം വളർന്നു വരുന്നുണ്ടല്ലോ എന്നോർത്ത് നമുക്ക് സഹതപിക്കാം. അത് മാത്രമേ പറ്റൂ. ഇതിപ്പോ കാന്തപുരത്തിന്റെ ഡ്രൈവറുടെ ഭാര്യയുടെ ഗർഭത്തിന് ആരാണ് ഉത്തരവാദി എന്ന് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ് പറഞ്ഞിരുന്നു, പ്രവാചകൻ 2.5 വർഷത്തോളം ഉമ്മയുടെ ഗർഭാശയത്തിൽ കഴിഞ്ഞല്ലോ. അതുപോലെ പ്രവാസികളായിട്ടുള്ള ആളുകൾ മടങ്ങി വരുമ്പോൾ 5-6 വർഷമൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഭാര്യമാര് ഗർഭിണികളാണെങ്കിലോ അതല്ലെങ്കിൽ 1-2 വയസ്സൊക്കെയുള്ള മക്കളുണ്ടെങ്കിലോ സംശയിക്കേണ്ട, അത് നിങ്ങളുടേത് തന്നെയാണെന്നാ പറഞ്ഞേ. ഒന്നും പറയാനില്ല കേട്ടോ. ശരി, അദ്ദേഹം പരിചയം ഡ്രൈവർ ലത്തീഫ്, അദ്ദേഹം ഉത്സാഹഭരിതനാണ്. ഉസ്താദ് അവർക്ക് ചേർന്ന സാരഥിയാണ്. വണ്ടി ഓടിക്കാനൊക്കെ നല്ല ഉഷാറും പരിചയവും എടുക്കും, നല്ല ക്ഷമയും. പക്ഷെ അബ്ദുൽ ലത്തീഫിന് ഒരൊറ്റ പ്രശ്നമുണ്ട്, മക്കളില്ല. വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുള്ളതിന്റെ പേരിൽ കോഴിക്കോട്ട് ആദ്യമായി സ്കാനിങ് യന്ത്രം വന്നപ്പോൾ സ്കാൻ ചെയ്തു TVS-ൽ. അന്ന് സ്കാൻ ചെയ്യുന്നതും ഡോക്ടർമാരാണ്. അവര് റിസൾട്ട് കയ്യിൽ തന്നുകൊണ്ട് പറഞ്ഞു, നിന്റെ ഭാര്യക്ക് 1% പോലും ഗർഭിണിയാകാനുള്ള സാധ്യതയില്ല.
അതുകൊണ്ട് ചികിത്സയും ഇംഗ്ലീഷ് മരുന്നും കുത്തിക്കേറ്റി ഈ പെണ്ണിനെ കൊല്ലരുതേ. ലത്തീഫ് അപ്പോൾ വല്ലാതെ കരഞ്ഞുപോയി. പക്ഷേ AP ഉസ്താദ് പറഞ്ഞു, നമ്മക്ക് മുഹമ്മദാജി തങ്ങളോട് പറയടോ. മുഹമ്മദാജി തങ്ങളെയും കൂട്ടി കോട്ടിക്കുളം അബ്ദുൽ അസീസ് ഖാദിരിയുടെ മൗലിദിന് പോവാണ്. കോട്ടിക്കുളം ഉസ്താദ് എന്ന് പറയുന്ന സൂഫി സാബ്. കാര്യം മനസ്സിലായല്ലോ. 1% പോലും AP ഉസ്താദിന്റെ ഡ്രൈവറുടെ ഭാര്യയ്ക്ക് ഗർഭിണിയാകാനുള്ള ചാൻസ് ഇല്ല, സാധ്യതയില്ല എന്ന് സ്കാനിങ്ങിൽ തെളിയുന്നു. ഓക്കെ, AP ഉസ്താദ് വേറൊരു ഉസ്താദിനെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു, മക്കളെ ഉണ്ടാക്കി കൊടുക്കാൻ മിടുക്കനായിട്ടുള്ള ഒരു ഉസ്താദിനെ. ആള് കുറച്ച് ഗൗരവക്കാരനാണ്. ആ വ്യക്തിയുടെ ചില പദപ്രയോഗങ്ങൾ കുറച്ചു കണിശമാണ്. ബഹുമാനപ്പെട്ടവരെ വീട്ടിലേക്ക് മൗലിദിന് പോകുന്ന വണ്ടി ഓടിക്കുന്ന ലത്തീഫ് എന്ന് പറയുന്ന ഡ്രൈവർ മാഹിയിൽ പരിചയമില്ലാത്ത പെട്ടെന്നൊരു ഹമ്പ്, നേരത്തെ ഇല്ലാത്തത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഹമ്പിന്റെ മുകളിൽ വണ്ടി അങ്ങ് മറിഞ്ഞു. അല്ല, മറിഞ്ഞതല്ല, ഒന്ന് കുലുങ്ങി എടുത്തെറിഞ്ഞ പോലെ. മുഹമ്മദാജി തങ്ങൾ ചൂടായി. ആരടാ വണ്ടി ഓടിക്കുക? ടാപ്പിന്റെ ഡ്രൈവർ തന്നെ അല്ലേ? പിന്നെ ചോദിച്ചു, ഓന് മക്കളില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? മുഹമ്മദാജി തങ്ങൾ ഒരാഴ്ച മുമ്പ് വീണിട്ട് ചെറിയെന്തോ ഒരു പ്രശ്നവും പറ്റിയിട്ടുണ്ടായിരുന്നു. ആ വീഴ്ചയുടെ ആഘാതത്തോടൊപ്പം ഈ കുലുക്കത്തിന്റെ വേദനയും അതുകൊണ്ട് പൊട്ടിത്തെറിച്ചതാണ്. പക്ഷെ ആ പൊട്ടിത്തെറി വേഗം വിഷയം മാറിപ്പോയത് കൊണ്ട് എല്ലാവർക്കും സന്തോഷമായി. അബ്ദുൽ ലത്തീഫ് ആശ്വസിച്ചു. ബഹുമാനപ്പെട്ടവരാക്ക് ഓന് മക്കളില്ലെങ്കിൽ ഞാൻ അവേഴ്ത്ത തങ്ങൾ പറഞ്ഞു, ആ കോന്തൻ AP ഉസ്താദ് ആ തമാശയിൽ പങ്കുചേർന്നു. ആരാക്കിയാലും വേണ്ടിയില്ല, ഓന് കുട്ടിണ്ടായ പറ്റും. ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ ഭാര്യ സ്വകാര്യം പറയുന്നു. ആ ഭാര്യയുടെ ഒരു നാത്തൂന് നഴ്സാണ്, അവളെ വിളിച്ചു വരുത്തുന്നു. അവര് രണ്ടും കൂടി പറഞ്ഞ സ്വകാര്യം പിന്നെ കാര്യമാകുന്നു. അത് പിന്നെ ആശുപത്രിയിൽ പോയി ഉറപ്പുവരുത്തുന്നു. ഭാര്യ ഗർഭിണിയാണ്. അൽഹംദുലില്ലാഹ്. അന്ന് അബ്ദുൽ ലത്തീഫ് സന്തോഷിച്ചു, കാന്തപുര ഉസ്താദ് സന്തോഷിച്ചു. ഉസ്താദ് അവർകൾ പറഞ്ഞു, നമുക്കിന്ന് വഅദ് കഴിഞ്ഞ് കോഴിക്കോട്ട് കൂടി പോരാ. നടക്കാവില് അബൂബക്കറാജിന്റെ വീട്ടില് ഇന്ന് അവിടെയുണ്ട് മഹാനവറുകൾ, നമുക്ക് കണ്ടിട്ട് പറയാം. പാതിര നേരത്ത് മുഹമ്മദാജി തങ്ങളെ മജ്‌ലിസും കഴിഞ്ഞ് അവിടെ ഇരിക്കുമ്പോ കാന്തപുരം ഉസ്താദ് ചെന്നിട്ട് നമ്മളെ എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഹമ്മദാജി തങ്ങൾ പറഞ്ഞു, അതെ ലത്തീഫിന് മക്കളുണ്ട്, അതെന്നെ. അപ്പൊ നിങ്ങൾ പറയണ്ടല്ലോ, നമ്മളല്ലേ എന്റെ ആള്. സുബ്ഹാനല്ലാഹ്. ചിരിക്കണോ കരയണോ? ഒന്നും ചെയ്യണ്ട ഉസ്താദ്, നിങ്ങൾ ചിരിക്കുകയും വേണ്ട കരയും വേണ്ട. നിങ്ങളുടെ വാതിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അത് രണ്ടും ചെയ്തോളും, അവര് ചിന്തിച്ചോളും. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഡ്രൈവറുടെ ഭാര്യയുടെ ഗർഭത്തിന്റെ ഉത്തരവാദി ആരാണ് ഉസ്താദെ? ഞങ്ങൾക്കത് അറിയാൻ താല്പര്യമുണ്ടേ. നിങ്ങൾ പബ്ലിക് വേദിയിൽ വന്നിട്ട് ഇതിങ്ങനെ അഴിച്ചിട്ടത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ചോദിക്കുന്നത്. അതല്ലാതെ മതത്തെ നിഷേധിച്ചെന്നോ പുരോഹിതന്മാരെ അവഹേളിച്ചെന്നോ അപമാനിച്ചെന്നോ ഒന്നും പറയല്ലോ. അയ്യോ, നിങ്ങളെയൊക്കെ അവഹേളിക്കാൻ പാടുണ്ടോ? നബിയുടെ അത്ഭുത ജനനമൊക്കെ ഇതിൻ്റെ മുമ്പിൽ എന്ത് ഉസ്താദെ? ഇതൊന്നും ഒരു കാര്യമേ ഇല്ല ഉസ്താദെ. അപ്പോൾ ഇതുപോലെയുള്ള അപൂർവ ഗർഭത്തിൻ്റെ ഉത്തരവാദികളായിട്ടുള്ള ഉസ്താദുമാരെ നിങ്ങൾ പുറം ലോകത്തേക്ക് എത്തിക്കണം. കാരണം ഇവർ ഭക്തരാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത് മാത്രമല്ല, ഡ്രൈവറുടെ ഭാര്യയ്ക്ക് കുട്ടിയുണ്ടാക്കി കൊടുക്കുന്നതിന് മിടുക്കനാണെന്ന് ആൾക്കാരൊന്ന് അറിഞ്ഞോട്ടെ. ഏത്